മക്കളെ ശരിക്കും ആലോചിച്ചോ. ഇന്ന് എരുമാട് വാല് കഴിഞ്ഞിട്ട് ഞാൻ സുള്ളിയിൽ വന്നിട്ട് ഞാനൊരു വീട്ടിൽ ഇങ്ങനെ കുറച്ചു നേരം അവിടെ താമസിച്ചു. അവിടെ നിന്ന് ഞാൻ എൻ്റെ ഉമ്മാനോട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോ ആ വീട്ടുകാരൻ അവിടെ ഉണ്ട്, എൻ്റെ ഒരു സ്നേഹിതൻ അവിടെ ഉണ്ട്. രണ്ടാളുടെയും ഉമ്മമാര് മരിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഞാനിങ്ങനെ എൻ്റെ ഉമ്മാനോട് ഫോൺ വിളിച്ചിങ്ങനെ സംസാരിക്കുമ്പോ ആ രണ്ട് മക്കള് അവര് വലിയ കച്ചവടക്കാരാണ് രണ്ടാളും. അവരെന്നോട് പറഞ്ഞു, മിണ്ടി ഉസ്താദേ, എത്ര കിട്ടുന്ന അത്ര ഉമ്മാനോട് മിണ്ടി. ഞങ്ങൾക്കും ഇപ്പൊ തോന്നുന്നുണ്ട് ഉമ്മനോട് മിണ്ടണോന്ന്, പക്ഷെ കഴിയണില്ല. ഉമ്മ ഞങ്ങളെക്കാളും നേരത്തെ പോയി ഖബറിൽ കിടന്നു. ഇനി ആ ഉമ്മാക്ക് ഫോൺ വിളിച്ചാ കിട്ടൂലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോഴും ഞാൻ ഈ സ്റ്റേജിലോട്ട് കയറി വരുമ്പോ ഉമ്മാന്റെ മിസ് കോൾ വന്നു. ഉടനെ ഞാൻ അങ്ങോട്ട് വിളിച്ചു. അവരോട് സംസാരിച്ചിട്ട് മതി ഞങ്ങൾക്ക് സ്റ്റേജിൽ കയറാൻ. ചെറുപ്പക്കാരാ, ഇപ്പോഴും ഞാനൊരു വാക്ക് പറയട്ടെ നിന്നോട്, നീ കേൾക്കുമെങ്കിൽ. സ്നേഹത്തോട് എന്റെ ഒരു അനുജനായി കണ്ട്, എന്റെ ജ്യേഷ്ഠനായി കണ്ട് നിന്നോട് ഞാൻ പറയാം, ഏത് കോള് വേണമെങ്കിലും നീ നെഗ്ലക്ട് ചെയ്തോ. നിന്റെ മാതാപിതാക്കളുടെ കോള് നെഗ്ലക്ട് ചെയ്യരുത് കേട്ടോ. നിന്റെ മാതാപിതാക്കളുടെ കോള് നീ നെഗ്ലക്ട് ചെയ്യരുത്. ചിലപ്പോൾ വല്ലാണ്ട് വയ്യാണ്ടായിട്ട് ഉമ്മാക്ക് ചിലപ്പോ ശരീരവേദന സഹിക്കാൻ കഴിയാതെ ഉമ്മാക്ക് ചിലപ്പോ തോന്നിയിരിക്കും ഞാൻ ഇപ്പൊ മരിക്കും. പക്ഷേ ആ മരിക്കണതിന് മുമ്പ് അവസാനം എനിക്കെന്റെ മോനോടൊന്ന് സംസാരിക്കണം എന്ന ഒരു ആഗ്രഹമായിരിക്കും പൊന്നുമ്മാക്ക്. ആ സമയത്ത് നീ എങ്കാലും കോൾ എടുത്തില്ലെങ്കിൽ ചിലപ്പോ നീ മൊബൈൽ ഇങ്ങനെ എടുക്കും. നോക്കുമ്പോ ഉമ്മ കോളിംഗ്, മദർ കോളിംഗ്, ഉമ്മി കോളിംഗ്, എന്റെ ഉമ്മയാണ് വിളിക്കണത് എന്നിങ്ങനെ ചിലപ്പോ അതിൽ കാണും. അപ്പോഴേക്ക് നീ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ബിസി ട്യൂൺ അമർത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. വേണ്ട, നീ ഉള്ള പണി കുറച്ച് കഴിഞ്ഞിട്ടാക്ക, അത് നിനക്ക് ഇനിയും ആക്കാൻ അവസരമുണ്ട്. ചിലപ്പോ നിന്റെ ഉമ്മാന്റെ അവസാനത്തെ കോളായാലോടാ. അതുകൊണ്ട് ഏത് കോള് വരുമ്പോഴും ഇത് എന്റെ ഉമ്മാന്റെ അവസാനത്തെ കോളാണെന്ന് വിചാരിച്ചിട്ട് വേണം ആ പൊന്നുമ്മാന്റെയും ബാപ്പാന്റെയും കോള് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ. ചില മക്കളുണ്ട് ബാസല്ലാത്ത പുള്ളോന്ന്, അതിനെ കുറിച്ച് ഞാൻ പറയലെന്നെ. എന്തിനിവനൊക്കെ ജനിച്ചു? ഞാനിത് വെറുതെ പറയില്ല. സ്വന്തം ഭാര്യന്റെ കോള് വന്നാൽ ഓ ചക്കര കൊക്കര എന്ന് പറഞ്ഞിട്ട് എത്രയാണ് സംസാരിക്കണത്. അതിന് എത്ര നല്ല പണിയുണ്ടെങ്കിലും മാറ്റിവെക്കും സ്വന്തം ഭാര്യനോട് സംസാരിക്കാൻ, അല്ലേ? സ്വന്തം ഭാര്യനോട് സംസാരിക്കാൻ അങ്ങനെയല്ലേ? എന്നാൽ ഉമ്മാന്റെ കോള് വന്നാല് അങ്ങ് ബിസി അമർത്തും. എന്താ കാരണം? ഉമ്മ അല്ലേ. അങ്ങനെ ആകന്നെ മോനെ, ഏറ്റവും വില കൽപ്പിക്കേണ്ടുന്ന രണ്ട് കോള്, ഒന്ന് ഉമ്മാന്റെ കോളാണ്, ബാപ്പാന്റെ കോളാണ്. ഭാര്യന്റെ കോള് വന്നാൽ എടുക്കണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. എന്നാലും ഭാര്യന്റേത് മാത്രം എടുത്തിട്ട് ഉമ്മാന്റേത് വേണ്ടാന്ന് വെക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മ ഈ മകന്റെ റൂമിൽ അങ്ങ് കയറിയിട്ട് ഉമ്മ മെല്ലെ ഇവന്റെ കൈ പിടിച്ചിട്ട് ഒന്ന് തള്ളിവിടുന്നു. എന്തിനാടാ നീ എന്റെ മോനായിട്ട് എന്തിനാണ് ഈ മയക്കുമരുന്നിന്റെ പിന്നിൽ പോയത് എന്ന് പറഞ്ഞപ്പോ അവന്റെ കട്ടിലിന്റെ അടിയിലുണ്ട് കടാരയുണ്ട്. ആ കടാരയെടുത്ത് സ്വന്തം നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തിയ ഉമ്മാനെ കടാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയില്ലേ? ബാപ്പാനെ കടാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയില്ലേ? പറയട്ടെ, അങ്ങനെയുള്ളൊരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ചെറുപ്പക്കാരാ, ആ ലഹരിയുടെ പിന്നില് പോകരുത്, മയക്കുമരുന്നിന്റെ പിന്നില് പോകരുത്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. വാത കേൾക്കുന്ന പെങ്ങളെ, ഒരു അന്യാണിനോടും പ്രണയത്തിന്റെ പിന്നില് പോകണ്ട. ഖബറിനെ കുറിച്ചല്ലടി നിന്നോട് വാത് പറയുന്നത്, ആഖിറത്തെ കുറിച്ചല്ല നിന്നോട് വാത് പറയുന്നത്, സ്വർഗത്തെ കുറിച്ചല്ല, നരകത്തെ കുറിച്ചല്ല. ഈ ദുനിയാവിൽ കുറച്ചു കാലം നിനക്ക് ജീവിക്കണോന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ പാർക്കിൽ പോയി ഒരു അന്യ ചെക്കന്റെ കൂടെയും വലസി നടക്കണ്ട. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ ചങ്ങാതി കാമുകിയെ കൊന്നു. അപ്പൊ ഓനോട് ചോദിച്ചതാ, എന്തിനാടാ നീ ഓളെ വെറുതെ വിട്ടുകൂടായിരുന്നു, ഓളെന്തിനാ കൊന്ന്? അപ്പൊ ഓൻ പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? ഇത് ചിരിയും വരുന്നു, കരച്ചിലും വരുന്നു, സത്യം കണ്ണെന്നും വെള്ളവും വരുന്നു. ഓൻ പറഞ്ഞ ന്യായം എന്താണ്? പെങ്ങളെ, ഏത് ഭാഗത്താ ഓരിക്കണേ പെങ്ങന്മാര്? ശരിക്കും കേട്ടോ, കൽബ് തന്നിട്ട് കേട്ടോ. ഈ കാതിൽ പതിയുന്നത് ഇവിടുന്ന് അങ്ങ് എണീറ്റ് പോകുന്നത് വരെ മാത്രം പോരാ, നിന്റെ ജീവിതത്തിലുടനീളം നിലനിർത്തിക്കോ. എന്ന കുറച്ചു കാലം നിനക്ക് ഈ ദുനിയാവിൽ ജീവിക്കാം. ഇല്ലെങ്കിലോ
നേരത്തെ അങ്ങ് പോകേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. എന്താ ഈ കാമുകൻ കാമുകിയെ അങ്ങ് കൊന്നു. അപ്പൊ എല്ലാരും ചോദിച്ചു, നിനക്കൊന്ന് അതിനെങ്കിലും വിട്ടുകൂടായിരുന്നടാന്ന്. അപ്പൊ പറഞ്ഞെന്തറിയാ, ഞാനും വിഷെടുത്തിട്ട് മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മരിച്ച പിന്നെ ഓള് വഴിയാതാരാവുമല്ലോ, അതുകൊണ്ട് ഓളെ ആദ്യം തന്നെ കൊന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ല ഇതിനെന്തിനാ പറയുങ്ങളൊന്ന് ആലോചിച്ച്. പെങ്ങളെ, അങ്ങനെയുള്ള കാമുകന്മാരുടെ കാലമാണ്. ആ കാമഭ്രാന്തിന്റെ പിന്നില് പോയി നിന്റെ ഈ നല്ല ജീവിതം നഷ്ടപ്പെടുത്തല്ലേ മോളെ. ഇത് എന്റെ വാല് കേൾക്കുന്ന മുഴുവൻ സഹോദരിമാരോട്, കോടിമ്പാള പള്ളി പരിസരത്തിരുന്ന് വാല് കേൾക്കുന്ന പെൺകുട്ടികളോട് മാത്രമല്ല, ലൈവിലൂടെ വാല് കേൾക്കുന്ന എന്റെ എല്ലാ സ്നേഹജനങ്ങളായ എന്റെ അനുജത്തിമാരോട് പറയട്ടെ, ഓ ചെറുപ്പക്കാരെ, പടച്ച റബ്ബ് നമുക്ക് തന്ന ആരോഗ്യം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കഴിവിന്റെ പരമാവധി ചെലവഴിക്കണം. ആ റബ്ബിന്റെ പൊരുത്തത്തിന് ചെലവഴിക്കണം. കുറെ അങ്ങ് സമ്പാദിക്കാൻ ശ്രമിക്കണം. ആഖിറം സമ്പാദിക്കാൻ നോക്കിക്കോ. ഏറ്റവും വലിയ സമ്പാദ്യം ആഖിറത്തേക്കുള്ള സമ്പാദ്യമാണ്, ദുനിയാവിലേക്കുള്ള സമ്പാദ്യമല്ല. ആഖിറത്തേക്കുള്ള സമ്പാദ്യമാണ്. ആ ആഖിറത്തേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം, അതിൽ ഒന്ന് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ബാപ്പയും ഉമ്മയും മരിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോൾ ആ ബാപ്പാനെയും ഉമ്മാനെയും മറക്കാതെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടോ? ആ മക്കളാണ് ബാപ്പാക്കും ഉമ്മാക്കും ഖബറിൽ വലിയ സമ്പാദ്യം കേട്ടോ.